സ്വപ്ന വീട് പണിയാൻ പ്ലാൻ ചെയ്യുകയാണോ എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എറണാകുളത്തൊരു വ്യക്തി ഒരു വീട് പണിയാൻ ഒരു കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചു. പേയ്മെൻറ്റ് കൊടുത്തു. പക്ഷെ പാതി വഴിയിൽ പണി ഉപേക്ഷിച്ച് കോൺട്രാക്ടറിൻ്റെ വഴിക്ക് പോയി. ഇങ്ങനൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ടിപ്പ് നമ്പർ 1, ഒരു കാരണവശാലും ഒരു ഓറൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഒരിക്കലും ഒരു വർക്ക് കൊടുക്കല്ല്. എപ്പോഴും ഒരു റിട്ടേൺ കോൺട്രാക്റ്റ് മസ്റ്റാണ്. ആ കോൺട്രാക്റ്റിൻ്റെ അകത്ത് ഏത് ബ്രാൻഡിലെ പ്രൊഡക്ട്സാണ് ഉപയോഗിക്കുന്നത്, എന്നാണ് പണി കംപ്ലീഷന്, അഥവാ പണി അന്ന് കംപ്ലീഷൻ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പെനാൽറ്റി, ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. ടിപ്പ് നമ്പർ 2, പേയ്മെൻറ്റ് കഴിയുന്നതും അക്കൗണ്ട് ത്രൂ കൊടുക്കാൻ നോക്കുക. അഥവാ ക്യാഷാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പ്രോപ്പർ റെസിപ്റ്റ് കീപ്പ് ചെയ്യാം. ടിപ്പ് നമ്പർ 3, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ഒരു കാരണവശാലും ഒരു ഹ്യൂജ് എമൗണ്ട് അപ്പ് ഫ്രണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കരുത്. ഞാൻ നിങ്ങളുടെ ആദ്യം ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിക്ക് ചതി പറ്റി, കോൺട്രാക്ടർ ചതിച്ചിട്ട് പോയെന്നുള്ളത്. ആ വ്യക്തി കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. കൺസ്യൂമർ കോടതി 1,10,000 രൂപ കോമ്പൻസേഷനായിട്ട് കോൺട്രാക്ടറിൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾവേസ് ദെയർ ഇസ് എ ലീഗൽ റെമഡി. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും.